നമസ്കാരം എല്ലാവർക്കും. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ചാലിശ്ശേരിയിലാണ്. ചാലിശ്ശേരിയിൽ നമ്മുടെ ജയേഷിൻ്റെ സോയിൽ എയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം എൻ്റെ സോയിൽ എയർ കളിമൺ കൂളറിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് അത് കാണാവുന്നതാണ്. ലിങ്ക് താഴ്ത്തി കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും സോയിൽ എയറിൻ്റെ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. റിവ്യൂവിൽ വളരെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ വീഡിയോ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങൾ, ചിലത് ജെന്യൂൻ ആയിട്ടുള്ള സംശയങ്ങളാണ്, ചിലത് എല്ലാ വീഡിയോയിലും ഉണ്ടാവുന്ന പോലെ ചെറിയ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. അത് ഏത് പ്രസ്ഥാനത്തിലും നമ്മൾ മുന്നോട്ട് ഒരു പുതിയ ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വീണ്ടും വരാനുണ്ടായ സാഹചര്യം, നമ്മുടെ ജയകൃഷ്ണൻ എന്നെ വിളിച്ചു. അതായത് പുതിയ ക്യാബിനറ്റ്, അതായത് പുതിയ മോഡൽ സോയിൽ എയറിൻ്റെ വന്നു. കുറച്ചധികം ഡിഫറൻസസ് അവർ കൂൾ പാഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് അദ്ദേഹം വിളിച്ചത്. അത് കൂടാതെ ഇപ്പോൾ സ്റ്റോക്സ് റെഡി ടു സെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സോയിൽ എയറിൻ്റെ പുതിയ വിശേഷങ്ങൾ മിസ്റ്റർ ജയേഷിനോട് നമുക്ക് സംസാരിക്കാം. അതിലേക്കായിട്ട് നമുക്ക് ജയേഷിനെ നമ്മുടെ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ജയേഷിന് നമസ്കാരം, വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ജയേഷിന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജയേഷിന പുതിയ ക്യാബിനറ്റിന്റെ വിശേഷങ്ങൾ? എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? നമ്മള് കുറച്ചുകൂടി ഹെൽത്തി മോഡലാക്കി. ഓക്കെ. അതുപോലെ തന്നെ എയർ ഫ്ലോന്റെ സ്പേസ് കുറച്ചുകൂടി കൂട്ടി. ഓക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് നമ്മൾ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ഒരു മോഡലായിരുന്നു. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. ഒരുപാട് ബ്രാൻഡുകൾക്ക് ഉണ്ടായിരുന്ന ഒരു മോഡലാണ് നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലാണ് നമ്മൾ കളിമൺ പാഡുകൾ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ നമ്മളെ ഓൺ ഡിസൈൻ ആയിട്ടാണ് നമ്മളിപ്പോ ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ ക്യാബിനറ്റ് മൊത്തം മാറി. ക്യാബിനറ്റ് മൊത്തം ഇനി ഇത് 40 ലിറ്റർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് 22 ലിറ്റർ അല്ല 25, 35 ഇത്രയാണ് നമ്മൾ ചെയ്തത്. 40 ലിറ്റർ ആയി. മെയിൻ ആയിട്ട് നമ്മള് ക്യാബിന്റെ മൊത്തം മാറി. ഒന്ന് ഒരു കുറച്ചും കൂടി ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം ആക്കി. അപ്പം ഇതാണ് പുതിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. അതായത് അല്ലെ, ക്യാബിനറ്റ് മൊത്തം മാറി. അതെ അല്ലേ? അതെ അതെ. ലോഗോ ചേഞ്ച് ആയിട്ടുണ്ടോ? അതെ. ഏറ്റവും കൂടുതൽ ഈ എയർ വിൻഡോ കുറച്ചുകൂടി സ്പേസ് ആയി. കുറച്ചുകൂടി കുറഞ്ഞ സ്പേസ് ഉണ്ടായിരുന്നു. അത് ശരി. എയർ ഫ്ലോ കൂടുതൽ, അതുകൊണ്ട് തന്നെ ഒന്നും കൂടി സൈലന്റ് ആയിട്ടുള്ള മോഡലായി. അപ്പൊ ഇതിപ്പോ ഓണാണോ? ഇത് ഫുൾ സ്പീഡ് ആണോ? ഫുൾ സ്പീഡ് അല്ല, സെക്കൻഡ് ആണ്. ഫുൾ സ്പീഡ് ഒന്നുണ്ടാവോ? ഫുൾ സ്പീഡ് ആണ്. ഓക്കെ. വലിയ കാര്യമായിട്ടൊരു സൗണ്ട് ഒന്നും ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വാട്ടർ ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പഴയതുപോലെ തന്നെ. ഇതില് 3 സ്പീഡാണ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 3 സ്പീഡാണ് വരുന്നത്. പിന്നെ പമ്പ്, സ്വിങ്ങിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓട്ടോ ആണ്. അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യണം. ഇത് ഐസ് ക്യൂബ് 3 സ്പീഡ്. പിന്നെ നോർമലി എല്ലാം ഉള്ള പോലെ പമ്പ്, സ്വിങ്ങിങ് കാര്യങ്ങള്. ഇത് വരുന്നത് നമുക്ക് ഐസ് ക്യാമ്പർ വിത്ത് വാട്ടർ ഫ്ലോട്ട് ആണ് വരുന്നത്. ഇതാണ് വരുന്നത്. ഇത് നമുക്ക് അഴിച്ചു കാണിക്കാം. ഐസ് ക്യൂബ് കാര്യങ്ങൾ എന്തെങ്കിലും ഇടണമെങ്കിലും വെള്ളം ഫില്ല് ചെയ്യുന്നത് ഒക്കെയാണ്. മറ്റൊരു ഇതുപോലെയായിരുന്നു, അതെ അതെ അതെ. അതിന് മാറ്റം വന്നു. അതുപോലെ ഇതിൽ വരുന്നത് നമ്മളെ ഹണികോമും ഇതാണ് വരുന്നത്. ഇത് ഒരു ഡസ്റ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. അതുപോലെ മറ്റുള്ളതിൽ നമ്മൾ 4 പാഡ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മളിത് 14 സ്മെല്ലുകളാക്കിയിട്ടുണ്ട്. 14 സ്ലൈഡുകളാണ് ഇതിൽ വരുന്നത്. 14 സ്ലൈഡാണ്. അതിൽ നമുക്കൊരു 1 ഇഞ്ച് വലുപ്പത്തിലൊക്കെ ഹണി ഫിൻസ് അതിലെ വെള്ളത്തിനെ ഇതിലേക്ക് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയാണ് വാട്ടർ ഔട്ട്ലെറ്റ് വരുന്നത്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഡ്രെയിൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇതിൽ 40 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള കൂളറിനെ അപേക്ഷിച്ച് എയർ ഫ്ലോയിൽ വാട്ടർ കണ്ടന്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു 3 ദിവസത്തേക്കൊക്കെ സുഖമായിട്ട് വെള്ളത്തിന്റെ അളവുണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അത് മാറി. ആ പഴയ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഒരു ഇതുപോലെയായിരുന്നു, ഷെല്ല് പ്ലേറ്റ് പോലെ. അത് മാറ്റി പ്ലേറ്റ് മാറ്റിയിട്ട് ഇപ്പൊ സ്ലൈഡുകളാക്കി. ഒന്ന് കാണിക്കാമോ? സ്ലൈഡുകൾ ഇതാണ് നമ്മളെ ഇതിൽ വരുന്ന പുതിയ സ്ലൈഡുകൾ വരുന്നത്. 14 സ്ലൈഡുകളാണ് നമ്മളൊരു യൂണിറ്റിൽ വരുന്നത്. അതായത് 40 ലിറ്ററിന്റെ 14 സ്ലൈഡ്. വലിയ കൂളറില് നമുക്ക് 78 മുതൽ 300 ഷെല്ല് നമ്മളിപ്പോ മഷ്റൂമിന്റെ ഇതിലേക്കൊക്കെ ചെയ്യുന്ന മോഡലിന്റെ ഷെല്ല്. ഇതിലും സോയിൽ എയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇത് നമ്മള് പിടിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാ. വേറെ ഒന്നല്ല, ഇത്
കളിമണ്ണാണ്, അത്രേ ഉള്ളൂ. നമ്മൾ നോർമലി കൂളറിൽ സ്ലൈഡ് ചെയ്തിട്ടുണ്ടായി 14 സ്ലൈഡുകളാണ് വരുന്നത്. അതായത് 40 ലിറ്ററിന്റെ 14. അതെ, മിനിയേച്ചറിൽ വരുന്നത് 14 അതായത് നമ്മളിപ്പോ ഈ കണ്ട മോഡൽ. അതെ 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 അല്ലേ? അതെ അതെ. ശരി ശരി ശരി. അപ്പൊ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഈ രണ്ട് കാര്യം, ഒന്ന് ക്യാബിനറ്റ് മാറി, ഒന്ന് ആ ഒരു പ്ലേറ്റ് അല്ല സ്ലൈഡുകളുടെ എണ്ണം കൂട്ടി കൂടുതൽ കൂളിംഗ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്ലൈഡുകൾ കയറ്റി. ഓ അത് ശരി. അപ്പൊ അതൊരു വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടതിനെക്കാട്ടും കുറച്ചും കൂടെ എഫക്റ്റീവ് കൂടാ, അല്ലെ? കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഇത്രയും ചൂടുള്ള സമയത്തും 26.6 നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് അത്രയും ടെമ്പറേച്ചറിൽ അതിൽ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ സമയം 2 മണിയാണ് ഉച്ചയ്ക്ക്. അപ്പം നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. ഔട്ട് സൈഡ് തന്നെയാണ് നമുക്ക് സോയിൽ എയറിന്റെ ഷോപ്പ് വരുന്നത്, കണ്ടോ? ഓക്കെ. അതുപോലെ ജയേഷ്, ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫ്രെയിമിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ക്ലേ പാഡ്സ് ഒക്കെ. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തവണ? അത് നമ്മള് വലിയ ഏരിയകളിലേക്ക്, അതായത് ഓഡിറ്റോറിയം, അതുപോലെ തന്നെ ഫാക്ടറികൾ, അതുപോലെ നമുക്ക് ഫാമുകൾ, മഷ്റൂമിന്റെ ഒക്കെ ഫാമുകളിലേക്ക് നമ്മൾ എൻക്വയറി വരുന്നുണ്ട്. ശരി. ആ സ്ഥലങ്ങളിലേക്ക് ഒരു ഫാൻ എന്ന് പറയുന്നത് ഹോട്ട് എയറിനെയാണ് സക്ക് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം നമ്മളത് കൂളർ ആകുമ്പോൾ ഒന്നും കൂടി ചില്ലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലെ ഈ ഷെല്ലിലൊക്കെ വരുന്നത് നമുക്ക് 78 ഷെല്ലുകളാണ് വരുന്നത്. ഇതിൽ വരുന്നത് നമുക്ക് 66 ഷെല്ലുകളാണ് വരുന്നത്. അങ്ങനെ ഓരോ മോഡലുകളാണ്. ഇപ്പൊ ഇതിലാവുമ്പോ നമുക്ക് ഇത് വലിയ ഇതാ വരുന്നത്. നമ്മള് ബാക്കിയുള്ള കൂളേഴ്സിന്റെ പോലെ ലിറ്റർ കപ്പാസിറ്റി അല്ല, നമ്മള് ഷെല്ലുകളുടെ എണ്ണത്തിലാണ് നമ്മള്. കാരണം വെള്ളം ടാങ്കില് വെള്ളത്തിന്റെ അളവ് കൂടിയോണ്ട് ഒരിക്കലും കൂളിംഗ് വ്യത്യാസം വരുന്നില്ല, ആ വെള്ളത്തിന് തണുപ്പ് കയറുന്നില്ല. നമ്മള് ഷെല്ലുകൾ കൂടുന്നിടത്തോളം വെള്ളത്തിന്റെ തണുപ്പിൽ വ്യത്യാസം വരും. അതിന് വേണ്ടിയിട്ട് ഇതിൽ 300 ഷെല്ല് 280 ഷെല്ലിന്റെയാണ് ഇത് വരുന്നത്. ഇത് നമ്മള് മഷ്റൂം ഈ കൂണിന്റെ ഒക്കെ ഫാമുകളുണ്ട്, അവിടേക്ക് ഹ്യൂമിഡിറ്റിക്കും വേണം, അതിന് പോലെ തന്നെ കൂള് വേണം, ഫ്രഷ് എയർ വേണം, എല്ലാം അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക്. അതുപോലെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഡൈനിങ് ഏരിയ, അതായത് ഒരുപാട് ഫർണിഷിങ്ങും എയർ കണ്ടീഷൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് വലിയൊരു പ്രൊജക്ടിന് പകരം ചെറിയ പ്രൊജക്ടിൽ നോർമലി ഒരു 27.5 ഡിഗ്രിയിലൊക്കെ നിർത്താൻ പറ്റുന്ന 27 to 5 നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ടെമ്പറേച്ചറിനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റോറിയത്തിനും വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇപ്പൊ നമ്മള് ഡൈനിങ് ഏരിയയിലേക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആക്കണം എ സി വെക്കുമ്പോ. അപ്പൊ അതിന് നമ്മളൊരു വലിയൊരു തുക മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് എ സി എന്നുള്ള പ്രൊജക്ടിന്, പക്ഷെ നമ്മൾ എ സിക്ക് പകരമല്ല ഒരിക്കലും നമ്മൾ ഒരു കൂളറും എ സിക്ക് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ള കൂളറിൽ തന്നെ പറയുന്നത് നമ്മള് ഒരു റൂമിലത്തെ ഹ്യൂമിഡിറ്റി കുറയ്ക്കാനോ ചൂടിനെ കൺട്രോൾ ചെയ്യാനോ കുറവാണ്, അതിന് സാധിക്കും. കാരണം അത്രയും ചെറിയൊരു ഡിവൈസ് ആണ്. പക്ഷെ മറ്റുള്ള കൂളറിനെ വെച്ച് ആ കൂളറിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഹ്യൂമിഡിറ്റി, അതായത് ഈ ഒരു ടെമ്പറേച്ചർ കാണിച്ചത് വേറെ കൂളറിൽ വെച്ചെങ്കിൽ നമുക്കത് ടെമ്പറേച്ചർ കയറുന്നതിന് പകരം നമ്മള് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. 26.6 ഡിഗ്രി ഈ സമയത്ത് കാണിച്ചതാണ് ഞാൻ കാണിച്ചത്. ആ ഒരു ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ആ വെള്ളത്തിന്റെ ആർദ്രത അതിൽ വ്യത്യാസം വരുമ്പോൾ അതില് ഹ്യൂമിഡിറ്റി ആവുന്നില്ല. ആ ഹ്യൂമിഡിറ്റി വേപ്പറൈസ് ചെയ്തിട്ട് എയർ ഫ്ലോയിൽ വാട്ടർ കണ്ടന്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് വാട്ടർ എഫിഷ്യൻസി വളരെ കൂടുതലായിട്ട് വരുന്നത് ബാക്കിയുള്ള കൂളറിനെ അപേക്ഷിച്ച്. അതേപോലെ തന്നെ ഇതിലാവുമ്പോൾ നമുക്ക് ഇത്രയും ഷെല്ലുകളിൽ നിന്ന് വരുന്ന തണുപ്പ് അതിൽ നമ്മള് 480 ആണ് അതിന്റെ മോട്ടോർ കപ്പാസിറ്റി വരുന്നത്. 1300 RPM 1200 RPM ആണ് വരുന്നത് ഏറ്റവും വലിയതിന്. അത് നമ്മൾ ബ്ലോവർ ഡെക്ക് ടൈപ്പ് എങ്ങനെ അത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മളൊരു കസ്റ്റമർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, ആള് അദ്ദേഹത്തിന്റെ നമ്മളെ സിറ്റിംഗ് റൂം ഡൈനിങ് എല്ലാം ചേർന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ അവിടെ ആൾക്ക് ഫർണിഷിംഗ് എല്ലാം ടീക്കൂഡിലാണ്. അപ്പൊ അതിനനുസരിച്ച് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം അതായത് ഇതിന്റെ എക്സ്റ്റീരിയർ, അതായത് ഇതിന്റെ ക്യാബിൻ മാറി മാറി വരും. അതെ അതെ, അത് കസ്റ്റമർ ചോയ്സ്. അദ്ദേഹത്തിന്റെ കോർട്ട്യാർഡിലാണ് അത് വെക്കുന്നത്. അപ്പൊ അത് കസ്റ്റമർ ഇപ്പൊ സുനിച്ചേട്ടന്റെ ഒരു വീട് കാണിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഫാക്ടറി കാണിച്ചു തന്നു, അല്ലെങ്കിൽ ഒരു ഷോപ്പ് കാണിച്ചു തന്നു. നമ്മൾ പറവൂർ ഒരു ഷോപ്പിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, 4 യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട്. അത് വലിയ ഇതാണ്. അപ്പൊ അതുപോലെയുള്ള ഇപ്പൊ തൃശ്ശൂർ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു മിക്സർ ഫാക്ടറിയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതുപോലെ അവരുടെ തന്നെ വേറെ പ്ലാസ്റ്റിക് ഫാക്ടറികളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതില് ഇപ്പൊ സുനിച്ചേട്ടന്റെ ഒരു ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ സുനിച്ചേട്ടൻ എന്താണോ പറയുന്നത്, അതായത് കസ്റ്റമറിന്റെ ചോയ്സ് ആണ്. അതെ, അതന്നെ ഇത് വെച്ചു അവർക്ക് കൂടുതൽ തണുപ്പില്ല. അപ്പൊ നമ്മൾ ഫാക്ടറിയിൽ ചെയ്യുന്ന പറഞ്ഞപ്പോ ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ ചെയ്യുന്നത് അവിടെ നോർമലി ചിൽഡ് വാട്ടർ വരുന്നുണ്ട്. ആ ചിൽഡ് വാട്ടർ നമ്മൾ ഇതിലേക്ക് കയറ്റിയിട്ടാണ് ഡൈവേർട്ട് ചെയ്തിട്ട് വിട്ടിട്ടാണ് ചെയ്യുന്നത്. അതല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളിപ്പോ പിസ്റ്റൺ കംപ്രസർ വെച്ചിട്ട് ഇതിൽ വരുന്ന വെള്ളത്തിന്റെ അളവിനെ നമ്മളൊരു 20 ഡിഗ്രി വരെ എത്തിക്കുന്നത്. അപ്പൊ ഒരു നോർമലി ഒരു മഴവെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ
മാക്സിമം 23 ഡിഗ്രി വരെയാണ്. 24.5, 23 ഒക്കെ എത്താം. നമ്മളത് 20 വരെയാണ് എത്തിക്കുന്നത്. ആ വെള്ളത്തിനെ നമ്മൾ ഈ കളിമൺ പാഡും കൂടെ ഒഴുക്കുന്നു. എന്നിട്ടാണ് കിട്ടുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇന്ന് മിക്ക വീടുകളിലും സോളാർ പാനലുകൾ വെക്കുന്നത്. അപ്പോൾ ഡേ ടൈമുകളിൽ നോർമലി ഒരു 27-ൽ നിർത്തുക, അന്തരീക്ഷത്തിൽ നിർത്തുക. അത് നൈറ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ഓവർ വെച്ചിട്ട് വല്ല ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ഓവർ വെച്ചിട്ട് നമുക്കത് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, അതിനൊക്കെ വാട്ട്സ് വരുന്നത് 380 മുതൽ 480 വരെ. അതായത് ഈ 3 ടൈപ്പിനും അങ്ങനെയാണോ? അതെ, 4 to 5 ലീഫ് ഉള്ള ബ്ലേഡ്. നമ്മുടെ നോർമൽ ക്യാബിനറ്റിന് എത്രയാണ് ഈ 40 ലിറ്ററിന്റെ? അത് നമുക്ക് 150 വാട്ട്സ്. അത് നമ്മൾ എന്താ വെച്ചെങ്കിൽ ഒരു സാധാ നമ്മളെ പോലുള്ള ആളുകൾക്ക് എല്ലായിടത്തും AC വെക്കാൻ പറ്റില്ല, അപ്പൊ ഫാൻ പറ്റുന്നില്ല, അപ്പൊ കൂളർ സജസ്റ്റ് ചെയ്യും. കൂളറിന്ന് വരുന്ന ഹ്യൂമിഡിറ്റി, ഫ്ലോറിലൊക്കെ ഈർപ്പം, അപ്പൊ അങ്ങനത്തെ ഇതിന് ഒരു ചെറിയൊരു ബ്രേക്കിംഗ് എന്നുള്ളതില് ചെറിയ സംഭവം. എന്റെ വീട്ടിലമ്മ അങ്ങനെ യൂസ് ചെയ്യുന്ന കഴിഞ്ഞ ഒരു കൊല്ലം. അതെ, അപ്പൊ കഴിഞ്ഞ വർഷം സുനിയായിട്ട് ചോദിച്ചിട്ട് നമ്മളെ പാറ്റേൺ പ്രോഡക്റ്റിനെ പറ്റി. അപ്പൊ പാറ്റേണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 10% നമ്മൾ ആ കൂളറിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ മുഴുവൻ പറയുന്നത് ഇതാണ്. നമ്മൾ അതായത് കളിമണ്ണിന്റെ ചില്ലർ പ്ലാന്റുകളാണ് നമ്മളെ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതായത് പുതിയ നമ്മളെ പോലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട്. ചെറിയ കുട്ടികളൊക്കെ സാധാ കൂളർ വാങ്ങി വെച്ചു, കാലത്തേക്ക് ജലദോഷം, പനി വന്നു, കോൾഡ് വന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഓഫറുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 100 ചില്ല പീസാണ് നമുക്ക് വിൽക്കാൻ പറ്റിയത്. കാരണം നമ്മൾ ചെറുതായിട്ട് വളർന്നു വരുന്നുള്ളൂ. അപ്പൊ അതില് കഴിഞ്ഞ വർഷത്തെ വീഡിയോയില് ജയശ്രീ കമന്റ്സ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം കുറെ കമന്റ്സിനൊക്കെ മറുപടി ആയിരുന്നു. പിന്നെ നമ്മള് യാത്രാ തിരക്കായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതില് 1-2 കമന്റ്സ് പൊതുവെ എനിക്ക് തോന്നുന്നത്, നിങ്ങളൊരു എയർ കൂളർ ആയിട്ട് വന്നപ്പോഴേക്കും മറ്റുള്ളവരെ എന്താ പറയുക, മറ്റുള്ള ഇൻഡസ്ട്രീനെ ചോദ്യം ചോദിക്കാനുള്ള രീതിയിലൊക്കെ ആൾക്കാർ കണ്ടിട്ടാണ് ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ കണ്ടത് ഇപ്പൊ എൻ്റെ ഫ്രണ്ടാണ് നിങ്ങളെ സജസ്റ്റ് ചെയ്തത്. ഞാനിവിടെ വരികയും റാൻഡമായിട്ട് അത് എടുത്തിട്ട് പോകാറുണ്ടായത്. പക്ഷെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്ന മെയിൻ 1-2 ചോദ്യങ്ങൾ എൻ്റെ ഓർമ്മ വരികയാണെങ്കിൽ, ഒന്ന്, ഇതില് പൂപ്പൽ വരില്ലേ, പായൽ വരില്ലേ, അതിലൂടെ പല പല അസുഖങ്ങൾ വരില്ലേ എന്നുള്ള ചോദ്യം. പക്ഷെ എനിക്കതില്ല, എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതില് നോർമലി നമ്മള് എയർ സക്ക് ചെയ്തിടുമ്പോ ആ റൂമിലെ ഡസ്റ്റ് അതിന്റെ മുകളിൽ പിടിക്കും. അതിൽ വെള്ളം കൂടി ആവുന്ന സമയത്ത് അത് പൂപ്പല് വെച്ചെങ്കിൽ അവിടെ ഇതുണ്ടാവും. പക്ഷെ അതിന് നമുക്ക് ഈ കൂളർ, AC ഈ 2 സംഭവങ്ങളും നമുക്ക് സർവീസിങ് നിർബന്ധമാണ്. ഇതിൽ ഡസ്റ്റ് ഫിൽറ്റർ കഴുകാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമാണ് അതിന് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഈ പ്രാവശ്യം മുതൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ വെച്ചെങ്കിൽ, നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ ആളുകൾക്ക് നമ്മളൊരു ഫോൺ ഡെമോ കൊടുക്കുന്നുണ്ട്. അതുപോലെ സീസൺ ഔട്ട് ആവുമ്പോൾ, പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ അങ്ങനെ ഒരുപാട് കസ്റ്റമറെ വിളിച്ചു, പക്ഷെ അവര് സീസണിൽ എല്ലാം ഉപയോഗിച്ചിരുന്നു. കാരണം മഴ പോയാലും ചൂടാണ്. പിന്നെ ഇതില് നമുക്ക് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 150 വാട്ട്സ്. അപ്പൊ നോർമലി ചില കസ്റ്റമേഴ്സ് പറഞ്ഞത് ആ സമയത്താണ് ഒന്നുകൂടി അത് ഉപയോഗപ്രദമായത്. അത് കാരണം മാറ്റി വെക്കുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വെള്ളം ഇതാക്കി ഇന്ന പോലെ ചെയ്ത് അത് കഴിഞ്ഞ് സീസൺ സ്റ്റാർട്ട് ആവുമ്പോൾ ഇന്ന സർവീസിങ് ചെയ്തിട്ട് ഓൺ ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ചൂടാണ്. നമ്മൾ നേരെ ഇങ്ങോട്ട് സോയിൽ എയറിലേക്ക് തന്നെ വരാം. നമുക്ക് ഇവിടെ നിൽക്കാം, കാരണം നല്ല റോഡിൽ നിന്ന് അടിക്കണോണ്ടേ. അതായത് പിന്നെ ഇതിൽ ഏറ്റവും ഒരു തമാശ എന്ന് വെച്ചാല്, AC-ക്ക് ബദലാണോ സോയിൽ എയർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും അതെ, ഒരിക്കലും ഞാനും എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു, സോയിൽ എയർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് AC-ക്ക് കമ്പാരിസൺ ഇല്ല. ഇതിപ്പോ ഞാൻ കമ്പയർ ചെയ്യുന്നത് മറ്റുള്ള എയർ കൂളറിൽ. അതും അവരെ കുറ്റം പറയല്ല, അവരെ ടെക്നോളജി അതാണ്, ജയേഷ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന ടെക്നോളജി ഇതാണ്. കൂടാതെ ഇപ്പൊ ഈ ഫാനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സുഖമായിട്ട് ഇതാ തോന്നിയത്. കാരണം പ്രത്യേകിച്ച് അമ്മയാണ് എൻ്റെ യൂസ് ചെയ്യുന്നത്. കാരണം അമ്മയ്ക്ക് അധികം AC-നോട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർമൽ ഒരു ടെമ്പറേച്ചർ നിർത്താനായിട്ട് ഇത് സന്തോഷമായിട്ട് വരുന്നുണ്ട്. കൂടാതെ ഇത് മൊത്തം എന്താ പറയുക, വാതിലും ജനലും എല്ലാം കൊട്ടിയടിച്ച് ഇത് ഓണാക്കിയിട്ട് കാര്യമില്ല. ഇതിന്റെ ബാക്കിലൊരു സർക്കുലേഷൻ, എയർ സർക്കുലേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. അതൊരു കോമൺ സെൻസ് ആണ്. അപ്പൊ ഇത് എൻ്റെ എക്സ്പീരിയൻസോട് ഞാൻ റിവ്യൂവിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യം വന്ന്, ഇതിൽ എന്താണ്, ഇത് പൊടിയുമോ, അതായത് വെള്ളം വീഴുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ സുനിയായിട്ട് കാണിച്ചു തരാം. ഇതാ ഇത്രയും കണ്ടോ, ഒരു ഇതുപോലും ഇതൊന്നും വരില്ല. ശരി ശരി,
ഓക്കെ, അതൊരു സംശയമായിരുന്നു. നമ്മളിത് ഹൈഡ്രോളിക്കിൽ പ്രസ് ചെയ്ത് അതിന് പ്രോസസ്സിംഗ് ഉണ്ട്. കാരണം ചളിയല്ല, സാധാ ഓട് മേക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് അല്ല നമ്മളെ പാഡിൽ വരുന്നത്. അതില് നമ്മള് ഇതിൽ പൊടിക്കാൻ കാര്യങ്ങൾക്ക് നമ്മള് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പ്രസ് ചെയ്ത് ഇത് 850 ഡിഗ്രി 1000 ഡിഗ്രിയിൽ ബോയിൽ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് മുഴുവനായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ള പീസ് ആണെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ അസംബിൾ ചെയ്ത് ഓടിച്ചു നോക്കിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ ഇലക്ട്രിസിറ്റി എത്ര വരും എന്നുള്ളതാണ്. അതായത് ഇപ്രാവശ്യം നമ്മൾ ഇറക്കിയിരിക്കുന്ന കൂളറിൽ വന്നിരിക്കുന്നത് 150 വാട്ട്സിന്റെ മോട്ടറാണ്. അതായത് ഒരു 10 മണിക്കൂർ സുനിച്ചേട്ടൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇതിനനുസരിച്ച് 1500 ആണ്. അപ്പോൾ 1.5 യൂണിറ്റ് കറണ്ടാണ് 10 മണിക്കൂറിന് വരിക. അതായത് 1000 വാട്ട്സ് ഇൻറ്റു 1 അവർ ആണ് ഒരു യൂണിറ്റ്. അപ്പൊ 10 മണിക്കൂർ 150 വാട്ട്സ് ആകുമ്പോൾ 1500 ഇതായി. അപ്പൊ അതിന്റെ ആകുമ്പോൾ 1.5 യൂണിറ്റ് കറണ്ടാണ്. 10 മണിക്കൂർ ശരാശരി യൂസ് ചെയ്യുമ്പോൾ 1.5 യൂണിറ്റ് ആണ് വരുന്നത് ഈ ഒരു കളിമൺ കൂളർ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്താന്ന് വെച്ചാൽ ഇതിന്റെ അവൈലബിലിറ്റി. കഴിഞ്ഞ പ്രാവശ്യം അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് പോയി, അതായത് അന്ന് റാൻഡം ആയിട്ട് വന്ന് വീഡിയോ എടുത്ത എനിക്കും ഒരു കാൽക്കുലേഷനിലായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് ഒരു ആൾക്കാർ നിങ്ങളുടെ എന്താ പറയുക അവൈലബിൾ റിക്വയർമെന്റിന് വരുന്നൊന്നും ഇനി ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് നിങ്ങളും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അത് ചാനൽ കാണുന്ന എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങളോട് വന്ന് നിന്നത്, ശേഷം വന്ന് നിന്നത്. പക്ഷെ പെട്ടെന്ന് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു, വളരെ പെട്ടെന്ന് റിക്വയർമെന്റ് വന്നു. അൺഫോർച്ചുനേറ്റ്ലി ഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു 100 എണ്ണം ഉള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കച്ചവടമായിപ്പോയി. അപ്പൊ അതിനെ ആൾക്കാര് എന്റെ അടുത്ത് ചോദിച്ചത് നിങ്ങള് കാലിപ്പറ്റി കൊണ്ടുവന്ന് പുറകിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത തുറന്ന് കാണിച്ചാൽ ഓരോ പെട്ടി 100 ചില്ലാൻ പീസ് കിടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതെന്താ വെച്ചാൽ നമ്മള് കേരള ഇതൊരു സീസൺ സെയിലാണ്. നമുക്ക് ഒരുപാട് ഇതാക്കി കഴിഞ്ഞാൽ സ്റ്റോക്കിങ്ങിന്റെ ഒരു സ്പേസ് നമ്മൾ പ്രത്യേകം കാണുന്നു വേണം. ഇപ്പൊ നമ്മള് ബാക്കിയുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് ഇവിടെ ഒന്നാമത് 2-3 മാസമാണ് ചൂടിന്റെ ഇത് വരുന്നത്. അതിൽ തന്നെ നമ്മള് ആളുകളിൽ അതിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സുനിച്ചേട്ടന്റെ വീഡിയോ കൂടെ അറിഞ്ഞപ്പോ പെട്ടെന്ന് നമുക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സെയിലാണ് വന്നത്. അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് വിഷമമായിട്ടുണ്ട്. നമുക്ക് റിപ്ലൈ പോലും കൊടുക്കാൻ പറ്റാത്ത സ്റ്റോക്കിന് വേണ്ടി. ഇപ്രാവശ്യം അതാണ് നമുക്ക് ത്രൂ ഔട്ട്. പിന്നെ അത് ഒരുപാട് കമ്പനികൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിലും ചെറിയ വിഷയങ്ങളുണ്ടായി. അപ്പൊ നമുക്ക് ആ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബ്രേക്കായി. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇപ്പൊ 100 ചില പീസാണ് നമ്മൾ കേരളത്തിൽ അടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും കാലിപ്പറ്റി അല്ല കേട്ടോ, ഇത് സ്റ്റോക്ക് ഉണ്ട്. ജയകൃഷ്ണൻ പറഞ്ഞാൽ 100 ചില്ലാൻ പീസ് എത്ര ഉണ്ട്? 130 അടുത്ത്. അതിൽ വേറെ കാര്യം കൂടി ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടിട്ടുള്ളതിൽ തന്നെ ഇപ്പൊ ഒരു 10-30 പീസ് ഇപ്പൊ നമ്മള് വയനാട്, കോഴിക്കോട് എല്ലാ കസ്റ്റമേഴ്സിനും അയച്ചു. അപ്പൊ ഒരു ഉദ്ദേശം ഒരു 100 ചില്ലാൻ പീസേ മാക്സിമം ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം ഇദ്ദേഹം വളരെ ചെറുതായിട്ട് തുടങ്ങി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഇതിലും നല്ല ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇത് വീഡിയോ കാണുന്നവരും ഉപയോഗിക്കുന്നവരുമാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ അടുത്തൊരു ചോദ്യം എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഡെലിവറി വരിക? കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പറഞ്ഞില്ല തോന്നുന്നു. കഴിഞ്ഞ വർഷം നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുക. കാരണം അത് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഡെമോ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പൊ നമുക്കത് പറ്റുന്നില്ല. കാരണം ഓർഡറും എല്ലായിടത്തേക്കും പാക്ക് എത്തിക്കലും എല്ലാം കൂടി പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ സോളോ ജെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൊറിയർ ചെയ്യുന്നുണ്ട്. സോളോ ജെറ്റ്, അത് അതുപോലെ ആലപ്പി പാർസൽ സർവീസ്, APS. അതുപോലെ ഇവരുടെ തന്നെ സ്പീഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട്. സ്പീഡ് ആൻഡ് സേഫ് ആണോ? അല്ല, സ്പീഡ് ആൻഡ് സേഫ്. അപ്പൊ അതില് നമ്മളെ മാക്സിമം വൃത്തിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കളിമൺപാടിന്റെ കാര്യങ്ങൾ ഇതാക്കി അതായത് ഇതേപോലെ ഒരു പാക്കിങ്ങിൽ തന്നെയാണ് വിടുന്നത്. അതില് ഇപ്പൊ ഹാൻഡിൽ കയറുന്നു. പിന്നെ കളിമൺ കൂളറിന് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ ഇതാക്കിട്ട് ഇപ്പൊ നമ്മള് ട്രിച്ചിക്ക് ഒരു പീസ് ഇപ്പൊ നാളെ അയക്കാണ്. അപ്പൊ ഇതിപ്പോ ചാലിശ്ശേരി നമ്മൾ പട്ടാമ്പി റോഡ്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ എറണാകുളത്തേക്ക് ഒരു ഡെലിവറി ഒരു ഓർഡർ കിട്ടി. നമ്മള് സ്പീഡ് ആൻഡ് സേഫ്റ്റിയിലാണ് അത് കൊണ്ടുപോയിട്ട് അവര് അത് കണക്ട് ചെയ്യുന്നതാണ്. അതിന് പകരം അവര് പാലക്കാട് ഡിസ്ട്രിക്ട്, കോഴിക്കോട് ഡിസ്ട്രിക്ട്, മലപ്പുറം ഡിസ്ട്രിക്ട് എല്ലാം
ഡോർ ടു ഡോർ തന്നെ അവർക്ക് ഡോർ ടു ഡെലിവറി. അപ്പൊ ഈ സ്പീഡ് ആൻഡ് സേഫും ഡോർ ടു ഡെലിവറി ആണോ? അല്ല, അധികം അവരുടെ ഓഫീസിൽ നിന്ന് വാങ്ങിക്കണം. അപ്പൊ ഇന്നിപ്പോ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്ന സാധനം നാളെ എത്തും എറണാകുളത്ത്? നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എത്തും. കാരണം ഇപ്പോ നമ്മള് ഇന്നലെ ഇന്നലെ 2 ദിവസം മുന്നേ കൊണ്ടുപോയ ഇടുക്കിക്കുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അത് 3ാമത്തെ ദിവസം ആകുമ്പോഴേക്കും കസ്റ്റമർ കിട്ടിയെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. കംപ്ലൈന്റ്സ് ഒന്നുമില്ല, എല്ലാം കാണിച്ചു. പാക്കിങ്ങിന്റെ മുകളിൽ പോലും ഒരു കുഴപ്പം. അപ്പൊ ഇതിന് എന്താണ് ഇതിന്റെ ഡെലിവറി ചാർജ് വരിക? ഡെലിവറി ചാർജ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് കോഴിക്കോടൊക്കെ നമുക്ക് 250 രൂപ, 300 രൂപ ഒരു പീസിന്, 200 രൂപ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ വയനാട്ടിലേക്ക് അയച്ചത് അവർ 350 രൂപ. ഓക്കെ, ഇത് കസ്റ്റമർ അല്ലേ കൊടുക്കേണ്ടത്? കസ്റ്റമറാണ്. കാരണം നമ്മളതിൽ GST നമ്മൾ കൊടുക്കുന്ന 7,500, അത് 7,499 എന്ന് പറഞ്ഞാൽ നമ്മൾ ബില്ല് അടിക്കുന്നത്. കസ്റ്റമർ ആണ് കൊടുക്കുന്നത്. ഡെലിവറി എങ്ങനെയാണെന്നും ഡെലിവറി ചാർജും എത്ര ദിവസം കൊണ്ട് എത്തും എന്നുള്ള കാര്യമൊക്കെ ജയേഷൻ വിശദമായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ വില എത്രയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് വിലയുടെ ഭാഗത്തേക്ക് നമുക്ക് പോവാം. എന്താണ് ജയേഷ ഈ ഒരു 40 ലിറ്റർ നമ്മുടെ സോയിൽ എയർ കൂളറിൻ്റെ വില? ഇപ്പോൾ നമ്മുടെ 40 ലിറ്ററിന്റെ റേറ്റ് വരുന്നത് 7,500. 40 ലിറ്റർ. കഴിഞ്ഞ വർഷത്തിനും 35 ലിറ്ററിന് നമ്മൾ 7,500. ഇപ്പോഴാണ് നമ്മൾ 40 ലിറ്ററിനും ആ സെയിം വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വിലയും പറഞ്ഞു 7,500 രൂപയാണ് 40 ലിറ്റർ. അത് ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു. കാര്യങ്ങൾക്കാണ് വരുന്നത്. അത് നമുക്ക് കിട്ടുന്ന വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്, അതായത് മോട്ടറിന് മാത്രം. അപ്പൊ ഈ ഇൻ കേസ് ഈ ക്യാബിനറ്റിന് എന്തെങ്കിലും പ്രശ്നം വരിക? ഓക്കെ, പക്ഷെ അത് മാറ്റിക്കൊടുക്കും. ഈ പറഞ്ഞ പോലെ ഈ പാഡുകള് 3 വർഷത്തെ. ഇപ്പൊ ജയേഷിന്റെ കളിമൺ കൂളർ അതായത് സോയിൽ എയറിന്റെ ഷോപ്പ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ വഴിയുടെ പേരെന്താ? ഇത് തൃശ്ശൂർ റോഡ്, പാലക്കാട് തൃശ്ശൂർ ഗുരുവായൂർ കുന്നംകുളത്തേക്ക്. ഓക്കെ ഓക്കെ. അല്ല, ഇതിപ്പോ തൃശ്ശൂരിന്ന് പട്ടാമ്പി പാലക്കാട് റൂട്ടിലാണ് പോകുന്നത്. ഗോഡൌൺ ആണ് ഇത്. അപ്പം അദ്ദേഹം വേറെയും ഗോഡൌൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടാനായിട്ട്, അല്ലേ? ആയോ? സ്വന്തം സ്ഥലത്ത് ചെയ്യാനുള്ളത് എന്തായാലും ഈ ഒരു സീസണിൽ ഇവിടെ ഉണ്ടാവും. എന്തായാലും അതാ പറഞ്ഞത്, ജയേഷിന്റെ ഈ ഒരു സോയിൽ എയർ എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് തന്നെയാണ്. പുള്ളിയുടെ കാഴ്ചപ്പാടും അതാണ്. കാരണം ഒരു വളർന്നു വരുന്ന ഒരു എന്റർപ്രണറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയണതല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ കാണുക, വീഡിയോ താല്പര്യമുള്ളവർ കാണുക, ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നിങ്ങൾ നേരിട്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജയേഷിൻ്റെ ലൊക്കേഷനും ഫോൺ നമ്പറും തീർച്ചയായും സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കാണിക്കുന്നുണ്ട്. എന്നെ അല്ല വിളിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഇതിൻ്റെ സോയിൽ എയർ വാങ്ങാനോ എല്ലാം മിസ്റ്റർ ജയേഷിനെ തന്നെയാണ് വിളിക്കേണ്ടത്, എന്നെ അല്ല വിളിക്കേണ്ടത്. ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നേരിട്ട് വിളിക്കുക, അണ്ട് ചോദിക്കുക. അല്ലെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക, കാണുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ ഫീഡ്ബാക്സ്. തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും, അല്ലേ, ഇപ്പം ഞാനും ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്കുകൾ വളരെ വാല്യുബിൾ ആണ്. മിസ്റ്റർ ജയേഷിനും ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ആവശ്യമാണ്. കാരണം മുന്നോട്ട് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ ബിസിനസ് വളരെ നല്ല രീതിയിൽ എത്താനും ഒരു കാരണമാവേണ്ടത് നമ്മളെല്ലാവരുമാണ്. അപ്പോൾ സോയിൽ എയറിനെ കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം റിവ്യൂവും കണ്ടു, ഇപ്പോൾ ആ പുതിയ പ്രോഡക്റ്റും കണ്ടു. നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ വിളിക്കാം. സോയിൽ എയർ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ജയകൃഷ്ണ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. എന്തായാലും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് ഈ ഒരു സംരംഭം, അതായത് വലിയ പ്രോജക്റ്റ്, അതായത് ഓഡിറ്റോറിയസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു പുതിയ വീട് ചെയ്യുമ്പോൾ
ഒരു അതിന് ഹോളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽസ് വാണ്ടർലെസ് വ്ലോഗ്സ്. താങ്ക് യു.